പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ എൻ്റെ ചെക്കപ്പാണ്, അമ്മയുടെ അല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം നിങ്ങളുടെ അടുത്ത്. അങ്ങനെ 10 മണിക്കാണ് ഡോക്ടറിൻ്റെ OP. 9 മണിയായപ്പോഴേ എത്തി. അച്ഛനാണ് ഡ്രോപ്പ് ചെയ്തത്. കാരണം 8:30-ക്ക് ശില്പയ്ക്കും മന്നുകുട്ടിക്കും സ്കൂളുണ്ട്. അപ്പോൾ അവരെ സ്കൂളിലാക്കിയിട്ട് ആ വഴി നമ്മളെയും കൂടെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. കുഴപ്പമില്ല, നമ്മളൊരു 1 അവറോളം ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ഡോക്ടർ എത്തിയപ്പം 10:15 അങ്ങനെ ഡോക്ടറിനെ കണ്ട് 11:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല. ഉബർ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ബസ്സേ കയറണം. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്തു. നമ്മൾ പിന്നെ കുടയും എടുത്തില്ല, മറന്നുപോയി. പിന്നെ അമ്മ തലയിൽ കൂടി ഷോളിട്ട്, എൻ്റെ കയ്യിൽ ഫയലുണ്ടായിരുന്നു, ഞാൻ ഫയലും വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് കിട്ടി കേട്ടോ. പ്രിയദർശിനി ബസ് തന്നെ കിട്ടി. നമ്മൾ ഈസ്റ്റ് ഫോർട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷനിൽ ഉള്ള ബസ് കിട്ടി. രണ്ടും പ്രിയദർശിനിയാണ് കിട്ടിയത്. ബസ് മെയിൻ ജംഗ്ഷനിൽ നിർത്തുള്ളൂ, പിന്നെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നാണ് നമ്മൾ വരുന്നത്. അതിന് മുന്നേ ആയിട്ട് ഷോപ്പിലൊന്ന് കയറണമായിരുന്നു, ഫാൻസി ഷോപ്പിൽ. അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ ഓണം സെലിബ്രേഷൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, നാളെയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫംഗ്ഷന് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എൻ്റെ അമ്മയാണ് തയ്ക്കുന്നത്. അമ്മ തയ്ക്കും, അമ്മ ടൈലറാണ്. അപ്പോൾ സ്കേർട്ടിന് വയ്ക്കാൻ ഊക്കൊക്കെ മേടിക്കണമായിരുന്നു, അതുപോലെ പിന്നൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാൻസി കയറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫ്രഷായി. വേർത്തിട്ട് വയ്യ കേട്ടോ, പുറത്തമ്മാതിരി ചൂടായിരുന്നു. മഴ കുറച്ച് പെയ്തു, എന്നിട്ടും ചൂടിന് കുറവില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിന്നില്ല. ഞാൻ അമ്മയടുത്ത് ചോദിച്ചു ചായയോ പലഹാരോ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ അമ്മ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. തിരിച്ച് അമ്മ എൻ്റെ അടുത്തും ചോദിച്ചു. അപ്പോൾ ഞാനും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രഷായി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. വെയിലടിച്ചതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് തലവേദന എടുത്തു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ചെറുതായിട്ട് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ എനിക്ക്. മന്നുകുട്ടി ഇന്ന് വന്നപ്പോൾ 5 മണിയായി, അല്ലെങ്കിൽ 3:30-ക്കാണ് വരുന്നത്. സ്കൂൾ അടച്ചു കേട്ടോ. ഇന്ന് ഡേ കെയറിലിരുത്തി. ബിക്കോസ് ഞാനും അമ്മയും ഇല്ലല്ലോ, വീട്ടിലില്ലായിരുന്നു, ഹോസ്പിറ്റലിൽ പോകണമല്ലോ. അപ്പോൾ മോളെ കൊണ്ട് പോയാൽ ശരിയാവില്ല. അങ്ങനെ പിന്നെ എൻ്റെ സിസ്റ്റർ, അവൾ വർക്ക് ചെയ്യുന്നിടത്താണ് മോളും പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഡേ കെയർ അവൈലബിൾ ആണ്. അപ്പോൾ ഡേ കെയറിൽ ഇന്ന് ഇരുത്തി. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് മുകളിലത്തെ സിറ്റ് ഔട്ടിലാണ്. എൻ്റെ അമ്മ ഇരുന്ന് സ്കേർട്ട് തയ്ക്കുവാണ്, സിസ്റ്ററിൻ്റെ സ്കേർട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. നല്ല കാറ്റും ഉണ്ടായിരുന്നു, അതുപോലെ കൊതുവും ഉണ്ടായിരുന്നു. പിന്നെ കൊതുക് കടിക്കണോണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ താഴോട്ട് പോയി. പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കുറേ പെൻഡിങ് എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു തീർക്കണമായിരുന്നു. അങ്ങനെ അതും കണ്ടുകൊണ്ടിരുന്നു. ഫോണിലാണ് കാണുന്നത്, ഇവിടെ TV-യിൽ അച്ഛൻ ഇടത്തില്ല. ഇട്ടാൽ അപ്പം അച്ഛൻ നമ്മളെ ഓട്ടിക്കും. അതുകൊണ്ടിരുന്ന് ഫോണിൽ കാണും, ജിയോ ഹോട്ട്സ്റ്റാറിൽ. അങ്ങനെ പ്രോഗ്രാം അത് കണ്ടു തീർന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡ് നൈറ്റ് വന്നിട്ട് ഇടിയപ്പമായിരുന്നു, രാവിലെ വെച്ച് ഇടിയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.